അനധികൃത കയ്യേറ്റങ്ങൾ അപ്പോൾ തന്നെ പൊളിച്ചു മാറ്റുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള, അതായത് UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനുള്ളത്. അനധികൃത കയ്യേറ്റങ്ങൾ അദ്ദേഹം യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ മടി കാണിക്കാറില്ല. നടപടി എന്ന് പറഞ്ഞാൽ രൂക്ഷമായ നടപടി, അത് പൊളിച്ചു കളയുന്ന നടപടി തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബുൾഡോസർ ബാബ എന്ന പേര് വന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നേരത്തെയും ഉത്തർപ്രദേശിൽ ധാരാളം അനധികൃത മുസ്ലിം പള്ളികൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചു നീക്കുന്ന വാർത്ത ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യോഗി ആദിത്യനാഥിൻ്റെ മണ്ഡലത്തിൽ തന്നെ അനധികൃതമായിട്ടുള്ള ഒരു പള്ളി പൊളിച്ചു നീക്കാനുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഗോരഖ്പൂരിലെ ഘോഷ് കമ്പനി കവലയ്ക്ക് സമീപമുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമി കയ്യേറിയാണ് ഒരു അനധികൃത പള്ളി നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പൊളിച്ചു മാറ്റണമെന്ന് ഗോരഖ്പൂർ വികസന അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സ്വാഭാവികമായിട്ടും സംഭാലിലൊക്കെ നമ്മൾ കണ്ടതാണ്. സംഭാലിലൊക്കെ അവിടെ പള്ളിയുടെ സർവേക്കായി ചെന്നപ്പോഴാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതേ തുടർന്ന് ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അവിടെ യോഗി ആദിത്യനാഥ് കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. 1978 സംഭാലിൽ കലാപം നടന്നിരുന്നു. ആ കലാപത്തിന് ശേഷം അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം കുടിയിറക്കപ്പെട്ടു. അവിടെയെല്ലാം മതമൗലികവാദികൾ കയറി താമസിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അതെല്ലാം ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഗോരഖ്പൂരിലടക്കം ഇനിയൊരു പള്ളിയുടെ സർവേയുമായി ബന്ധപ്പെട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങൾക്കും പോകാതെ കൃത്യമായത് പരിശോധിച്ച് യാതൊരുവിധ കലാപകലുഷിതമായിട്ടുള്ള വിഷയങ്ങളിലേക്കും പോകാതെ അത് പൊളിക്കണമെങ്കിൽ പൊളിച്ചു മാറ്റണം എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള മുസ്ലിം വിഭാഗം നിലപാടെടുത്തിരിക്കുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള സകല പള്ളികളും പരിശോധനയ്ക്ക് വിധേയമാക്കാനായിരിക്കും യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത ശ്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് അനധികൃത ഭൂമിയാണെങ്കിൽ അത് പൊളിച്ചു മാറ്റി കൊടുക്കുക, വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം ബോർഡ് എല്ലാം തന്നെ നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗോരഖ്പൂർ വികസന അതോറിറ്റിയുടെ ഈ നിർദ്ദേശത്തിൽ അവർ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. പള്ളി പണിയുന്നവർക്ക് വികസന അതോറിറ്റി നോട്ടീസും നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിൽ പള്ളിയുടെ ഒരു സ്കെച്ചിനും അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നും മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമിയിലാണ് ഇത് നിയമവിരുദ്ധമായി നിർമ്മിച്ചിരിക്കുന്നത് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഗോരഖ്പൂർ വികസന അതോറിറ്റി ഈ പള്ളി പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടു. 15 ദിവസമാണ് ഈ പള്ളി സ്വയം പൊളിച്ചു മാറ്റാനായി ഉത്തരവിട്ടിരിക്കുന്നത്. നിങ്ങൾ സ്വയം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ബുൾഡോസർ കയറ്റി ഇറക്കേണ്ടി വരും എന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഞങ്ങൾ പൊളിക്കുന്നതിൻ്റെ ആ ചെലവ് നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും. പോരാത്തതിന് നിങ്ങൾക്ക് പിഴയും ഈടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം ഫെബ്രുവരി 15-നാണ്, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് ഗോരഖ്പൂർ വികസന അതോറിറ്റി പള്ളിയുടെ മേധാവി ഷൊയ്ബ് അഹമ്മദിന് ഒരു നോട്ടീസ് നൽകിയത്. ഈ പള്ളിയുടെ സ്കെച്ച് അംഗീകരിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായിട്ടാണ് നോട്ടീസിൽ അതോറിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിർമ്മിക്കുന്ന ഭൂമി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പള്ളി പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി തെളിവ് സഹിതം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും വികസന അതോറിറ്റിയിലെ ജൂനിയർ എഞ്ചിനീയർ സ്ഥലം പരിശോധന നടത്തുകയും 60 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഗ്രൗണ്ട് ഫ്ലോർ, 1-ാം നില, തുടർന്നുള്ള 2-ാം നില എന്നിവയുടെ നിർമ്മാണമാണ് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 15 ദിവസത്തിനകം ഈ പള്ളി പൊളിച്ചു നീക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.